ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? പകലൊക്കെ എന്താ ചൂടല്ലേ? രാത്രി നല്ല തണുപ്പുണ്ട്, പകൽ നല്ല കത്തുന്ന ചൂടുക. നമുക്കൊന്ന് തണുപ്പിച്ചാൽ ഒരു 3 രീതിയിലുള്ള വ്യത്യസ്തമായ രീതിയിൽ 3 ഷേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് അടിപൊളിയായിട്ട് നമുക്കത് ചെയ്യാം. അപ്പം നമ്മൾ ആദ്യത്തെ ഐറ്റം ആപ്പിൾ കൊണ്ടൊക്കെയാണ്. നമ്മൾ ആവശ്യത്തിന് ആപ്പിൾ എടുക്കുക. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് നിന്ന് ആപ്പിളേ എടുക്കുന്നുള്ളൂ. ഒരു വലുത് നോക്കി ഒരെണ്ണം എടുക്കുക. ഇതിൻ്റെ അകത്തുനിന്ന് തേണ്ടി ഇതെല്ലാം കളയാം. ഇതിൻ്റെ കുരുവൊക്കെ, ഈ കുരുവെല്ലാം അങ്ങോട്ട് കളയാം. ഇതേപോലെ വൃത്തിയാക്കി അങ്ങോട്ട് എടുക്കുക. ഒരു 4-5 ഗ്ലാസ്സിനൊക്കെ എടുക്കുമ്പോൾ അതനുസരിച്ചുള്ള സാധനങ്ങൾ എടുക്കണം. ഞാനിപ്പം 3 ഐറ്റം ഉള്ളതുകൊണ്ട് ഒരു ചെറിയ അളവിൽ കാണിക്കുന്നതേ ഉള്ളൂ. ഇതേപോലെ കുരുവെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇതേപോലെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമ്മൾ ഈ ജാറിൻ്റെ അകത്തോട്ട്, ജ്യൂസ് അടിക്കുന്ന ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 6-7 ഈന്തപ്പഴം ഇത് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം. ഞാനിപ്പോൾ ഒരു 7 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കുക. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം കൂടെ നമ്മൾ ആപ്പിൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി, ഒരല്പം പഞ്ചസാരയുടെ കൂട്ടി വെച്ച് പൊടിച്ചതാണ്. ഇനി നമ്മൾ ഒരു ഗ്ലാസ് പാല് ഈ ജാറിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നമ്മളൊരു ചെറിയ അളവിലാണ് കാണിക്കുന്നത്. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ സാധനങ്ങൾ ചേർക്കാവുന്നതാണ്. ഇപ്പം മധുരം വേണ്ടാത്തവർക്ക് ചേർക്കേണ്ട കാര്യമില്ല. മധുരം വേണമെന്നുള്ളവർക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാൻ 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് ഐസ് കട്ടയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ആപ്പിൾ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിത് അങ്ങോട്ട് എടുക്കട്ടെ. ഈ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരു ഗ്ലാസ് കൂടുതൽ കാണത്തില്ല, ഉണ്ട്. കറക്റ്റ് ഒരു ഗ്ലാസ്. ഇതേപോലത്തെ ഒരു ഗ്ലാസ് സാധനമുണ്ട്. അല്പം ബദാം അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ആപ്പിൾ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. അടുത്തത് ഓറിയോ ഷേക്ക്. അല്ല, നമുക്ക് ആദ്യം തന്നെ ഒരു 5 ഓറിയോ ബിസ്ക്കറ്റ് എടുക്കുക. അതൊന്ന് പൊടിച്ചത് ഇതുപോലെ ഒന്ന് പൊടിച്ച് അങ്ങോട്ട് ഇടുക. ഇനി നമുക്ക് അടുത്തത് ഒരു 1/2 ഗ്ലാസ് പാല്, ആ പാലൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് വാനില ഐസ്ക്രീം അങ്ങോട്ട് ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. വാനില ഐസ്ക്രീം ഞാനൊരു 3 ടേബിൾ സ്പൂൺ, ഇതേപോലെ ഒരു 3 ടേബിൾ സ്പൂൺ നിറച്ചും അങ്ങോട്ട് എടുക്കുക. നമ്മളൊരു 1/4 ടീസ്പൂൺ അളവിൽ ചോക്ലേറ്റ് പൗഡറും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതുകൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇത് നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇച്ചിരി ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഷേക്കും റെഡി ആയിട്ടുണ്ട്. ഓറിയോ ബിസ്ക്കറ്റും ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് അതും ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഇരിക്കട്ടെ. അടുത്ത നമ്മൾ ബനാന ഷേക്ക്, നല്ല പഴുത്ത് നോക്കി ഒരു ഏത്തപ്പഴം എടുക്കുക. ഈ ജാറിനകത്തോട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞ അതെല്ലാം നമ്മളൊരു ചെറിയ അളവിനാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2-3 ഗ്ലാസ്സൊക്കെ വേണമെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള രീതിക്ക് കുറേശ്ശൂടെ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു 10 അണ്ടിപ്പരിപ്പ്, 10 ബദാം, ഒരു 4-5 ഈന്തപ്പഴം, ഇതും കൂടെ നമുക്ക് ഈ ജാറിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കണം. അതിന് മുമ്പ് ഇത് ഒന്ന് അരിഞ്ഞ് ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക.
ഇനി നമുക്ക് ആ ബദാം പരിപ്പും ഇതേപോലെ ഒന്നരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഈന്തപ്പഴത്തിൻ്റെ കുരു എല്ലാം കളഞ്ഞതിന് ശേഷം ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവ് തേനോടെ ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ അകത്തോട്ട് 1/4 ഗ്ലാസ് പാലൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഐസ് കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ മധുരം കുറവായിരിക്കും. മധുരം കൂടുതൽ വേണമെങ്കിൽ അല്പം തേനോടെ ആവശ്യത്തിന് ചേർക്കേണ്ടതാണ്. ഇതുകൂടെ ഒന്ന് അടിച്ചെടുക്കുക. മൂന്നാമത്തെ ഷേക്കും നല്ലതുപോലെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതുകൂടെ ഒന്ന് എടുക്കാം. നമ്മുടെ ബനാന ഷേക്ക് അതുകൂടെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് അരിഞ്ഞു വെച്ചിരിക്കും. 3 ഷേക്ക് റെഡിയാക്കിയിട്ടുണ്ട്. ആപ്പിൾ ഷേക്ക്, ഓറിയോ ഷേക്ക്, ബനാന ഷേക്ക്. നല്ല അടിപൊളിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊക്കെ ഈ ചൂട് സമയത്ത് ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം ഉണ്ടാക്കി കഴിക്കുക കേട്ടോ. നല്ല രുചികരമായ ഒരു ഷേക്ക് തന്നെയാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലെ കടകളിലൊക്കെ കിട്ടുന്ന ഒരു ഐറ്റങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇപ്പം നല്ല ചൂടുള്ള സമയമാണ്. ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടൊരു ഷേക്ക് കിട്ടി ആരാ കുടിക്കാത്ത, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഞാൻ പിന്നെ ഓരോ ക്ലാസ്സിനുള്ള വീതമാണ് ഞാനിപ്പം ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ അംഗങ്ങൾ കൂടുതലുണ്ട്, അതനുസരിച്ച് സാധനങ്ങൾ ചേർത്ത് എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. പിന്നെ മധുരമൊക്കെ എല്ലാവരുടെ പാകത്തിൽ ചേർത്തോണം. നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷേക്കാണ് നമ്മൾ റെഡിയാക്കിയത്. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. കൂടുതൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബായ്.